ഹലോ, നമസ്കാരം. ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, അതായത് യൗവനത്തെ നിലനിർത്താനും, അതായത് ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും വെറും ലളിതമായിട്ടുള്ള ഒരു ഔഷധക്കൂട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ യൗവനങ്ങളെ നിലനിർത്താനും പറ്റും. അതേപോലെ തന്നെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇതൊക്കെ ഉണ്ടാവാൻ ഏറ്റവും കഴിവുള്ള വെറും ഒരു ഒറ്റമൂലി മരുന്നിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് പശുവിൻ നെയ്യും, അതായത് നമ്മുടെ അയ്യത്തും അതുപോലെ തന്നെ വയലേലകളിലും ഒക്കെ കിടക്കുന്ന കുടങ്ങൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെയാണ്. അതിനെ വല്ലാര എന്ന് തമിഴിൽ പറയുകയും ചെയ്യും. അപ്പോൾ ഈ കുടങ്ങൽ എന്ന് പറയുന്ന ഈ ഔഷധ സസ്യത്തെ കുറെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനെ ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുക. ഇപ്പം നമ്മൾ ഒരു ഇടിച്ചു പിഴിഞ്ഞ് ഒരു നാഴി നീര് ഈ കുടങ്ങലിനെ ഇടിച്ചു പിഴിഞ്ഞ് എടുത്താൽ അതിന്റെ കൂടെ ഒരു 1/2 കിലോ നെയ്യ്, അതായത് നാഴി നീര് അല്ലെങ്കിൽ 2 നാഴി നീര് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു 1/2 കിലോ പശുവിൻ നെയ്യൂടെ ചേർത്തിട്ട്, അതേപോലെ തന്നെ ഈ ഇടിച്ചു പിഴിഞ്ഞത് അല്ലാതെ കൊണ്ട് തന്നെ ഒരു പിടി കുടങ്ങലിനെ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കല്ലിൽ വെച്ച് അരച്ച് എടുക്കുക. ഇത് ഇടിച്ചു പിഴിഞ്ഞ നീരും നെയ്യും കൂടെ ഒരു പാത്രത്തിൽ കലർത്തി അതിൻ്റെ കൂടെ നമ്മൾ ഈ അരച്ചു ചേർത്ത മരുന്ന് ഇതിൻ്റെ കൂടെ കക്കം ചേർക്കുക എന്ന് പറയും. ചേർത്തിട്ട് ഇതിനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് കാച്ചി കഴിക്കുക. അരിച്ച് ഇത് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് മണൽത്തരിപ്പാകം പോകരുത്, അതിന് മെഴുകു പാകം എന്ന് പറയുന്ന ഒരു പാകമുണ്ട്. അതായത് നമ്മൾ ഇതിനകത്ത് അരച്ച് ചേർത്തിരിക്കുന്ന ആ ഔഷധത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മുറുകിയ മെഴുകു പാകം എന്ന് പറയും. നല്ല മുറുകിയ മെഴുകിന്റെ പാകം എത്തിയിരിക്കുന്ന ആ ഔഷധത്തെ അപ്പോൾ ഈ നെയ്യെ അരിച്ചു വെക്കുക. വേറൊരു പാത്രത്തിലേക്ക്, വെള്ളം നനവില്ലാതെ ഒരു പാത്രത്തിൽ അരിച്ച് സൂക്ഷിക്കുക. ഇതിൽ നിന്നും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി, അത് പ്രായാനുസരണമാണ്. പ്രായം കൂടുതലുള്ളവർക്ക് 1 ടീസ്പൂൺ അളവ് കൂട്ടി കൊടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കൊടുക്കുക. രാവിലെ ആഹാരത്തിന് മുമ്പ്, വേറെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കുക. വലിയവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ ഇതിൽ നിന്ന് കൊടുക്കുക. ഇത് ഇങ്ങനെ മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരുന്നാൽ യൗവനം നിലനിർത്താനും അതേപോലെ തന്നെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇതിനൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കുക, മറ്റ് ഔഷധങ്ങൾ പലതും ഉള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് വേറെ സൈഡ് എഫക്റ്റോ മറ്റ് രോഗങ്ങൾ വരുത്തുന്നതോ ഒന്നുമല്ലാത്തത് കൊണ്ടാണ് ഇത് നിങ്ങളെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി.